തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഷീജയുമായി. ഷീജ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു തുടർ ഭരണം അതുണ്ടാകും, അത് സാധ്യമാകും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കാലയളവിൽ കാഴ്ചവെച്ച മെച്ചപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, അതേ നേട്ടങ്ങൾ തന്നെയാണ് കൊച്ചി കോർപ്പറേഷനും അവകാശപ്പെടാനുള്ളത്. നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായി കഴിഞ്ഞു കൊച്ചി കോർപ്പറേഷൻ്റെ കഴിഞ്ഞ കാലയളവിലെ ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തുടർ ഭരണത്തിൻ്റെ സാധ്യത അത് എത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് LDF, UDF? അവിടെ ഏത് രീതിയിലാണ് നേട്ടമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നിലവിലത്തെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രധാനമായും ലോക ശ്രദ്ധ നേടിയ രീതിയിലാണ് കൊച്ചി കോർപ്പറേഷൻ്റെ ഈ ഭരണം മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏറ്റവും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ വരെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ കോർപ്പറേഷനിൽ നടന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കൊച്ചിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ മുന്നണികളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. മാത്രമല്ല LDF പൂർണ്ണസജ്ജമാണ്. നേരത്തെ തന്നെ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പത്രിക നൽകുന്ന രീതിയിലേക്ക് ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ LDF ആരംഭിച്ചിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. ഏറ്റവും പ്രധാനമായും കൊച്ചി കോർപ്പറേഷൻ നടത്തിയ ഈ വികസന മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. അതിലേറ്റവും പ്രധാനമായും സമൃദ്ധി, ഷീലോഡ്ജ് തുടങ്ങിയ ചരിത്രത്തിൽ ഇടം നേടിയ പദ്ധതികളാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുണ്ടായത്. വൻ വിജയമായ, വൻ ഹിറ്റായ, ഇപ്പോൾ കോർപ്പറേഷൻ്റെ 4ാമത്തെ പദ്ധതി വരെ ഇവിടെ കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അത്രമാത്രം ഈ ചുരുങ്ങിയ കാലയളവിൽ കൊച്ചിക്കാർ ഹൃദയത്തിലേറ്റിയ പദ്ധതികളായി ഇതെല്ലാം മാറി. മാത്രമല്ല ഫോർട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഇരട്ട സമുച്ചയങ്ങൾ എത്രയോ ആളുകൾക്ക് ഇത്തരത്തിൽ തെരുവിൽ കഴിഞ്ഞ മനുഷ്യർക്കെല്ലാം തന്നെ അഭയമാകുന്ന രീതിയിലാണ് ഇരുനില കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പണിതത്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ കൊച്ചി കോർപ്പറേഷൻ കാഴ്ചവെച്ചതെന്നാണ് ഇടമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ കൊച്ചി കോർപ്പറേഷൻ ഏകദേശം 76ഓളം ഡിവിഷനാണ് ഉള്ളത്. അതിൽ ഈ LDFനാണ് ഭൂരിപക്ഷം. UDF ജില്ലാ പഞ്ചായത്തിൽ UDFനാണ് ഭൂരിപക്ഷം. എന്തായാലും കൊച്ചി കോർപ്പറേഷനിൽ തന്നെയാണ് ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം മേയർ അനിൽകുമാർ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അത് പ്രധാനമാണ്. അത് തന്നെയാണ് ഇപ്പോൾ അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പറയുമ്പോൾ കോർപ്പറേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നത് ഈ ബ്രഹ്മപുരം അടക്കം കൊച്ചിയെ വലിയ രീതിയിൽ ബാധിച്ച വിഷയം, അത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ മേയർ എങ്ങനെ ഇടപെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് മാലിന്യമുക്തമായ കൊച്ചിയായി മാറിയിരിക്കുന്നു. മാത്രമല്ല ബ്രഹ്മപുരത്തെ ബയോമൈനിങ് അടക്കമുള്ള പദ്ധതികൾ ഇന്ന് ലോക ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പല രാജ്യങ്ങൾ ഈ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നു. ഇതെല്ലാം തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ച് വേറിട്ടതാക്കുന്നത്. അത്രമാത്രം വികസന മുന്നേറ്റങ്ങൾ ഇക്കാലയളവിൽ കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. ഈ ഷീലോഡ്ജ്, സമൃദ്ധി ഉൾപ്പെടെയുള്ള ഈ പദ്ധതികൾ കൊച്ചിയുടെ വിശപ്പകറ്റി മുന്നോട്ട് പോകുന്നതാണ്. മാത്രമല്ല ഇക്കാലയളവിൽ ഒരുപാട് ഭവന സമുച്ചയങ്ങൾ, റോഡുകൾ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുമുണ്ട്. അതെല്ലാം തന്നെ മുന്നോട്ട് വെച്ചായിരിക്കും എന്തായാലും LDF ഇത്തവണ കൊച്ചിയിൽ രംഗത്തിറങ്ങുക. എന്തായാലും ഏകദേശം 96ഓളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ എറണാകുളം ജില്ലയിലുള്ളത്. ഇവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ജില്ലാ പഞ്ചായത്തിൽ UDF ആകുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് LDFനാണ്. എന്തായാലും അതുമായി മുന്നോട്ട് പോകുകയാണ്. തെരഞ്ഞെടുപ്പുമായുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് മാത്രമാണ് കൊച്ചിയെ സംബന്ധിച്ച് കടക്കാനുള്ളത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. മാത്രമല്ല ഈ BJPയിലും UDFലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ, ഇപ്പോഴത്തെ കൗൺസിലറായ സുനിത ഡിങ്സൺ ഇത്തരത്തിൽ BJPയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് ഇവർ ഈ പാർട്ടിയിൽ നിന്നും പോവുകയും ചെയ്തത്. മാത്രമല്ല BJPയിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും പടലപ്പിണക്കങ്ങളുമുണ്ട്. പ്രധാനമായും നേരത്തെ ഒരു കൗൺസിലർ, വനിതാ കൗൺസിലർ രംഗത്തെത്തുകയും ചെയ്തു. BJP സീറ്റ് നൽകിയില്ലെങ്കിൽ വിമതയായി മത്സരിക്കുമെന്നാണ് അവർ പ്രധാനമായും പറഞ്ഞത്. അത്തരത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വനിതാ കൗൺസിലർമാർ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും എല്ലാം തന്നെ രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്താണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് ഉടനെ തന്നെ ഉണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും എല്ലാ പാർട്ടികളിലും കൃത്യമായി നടക്കുന്നുണ്ട്. LDF നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമ്പയിൻ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പ്രധാനമായും ഇത്തരത്തിൽ കത്തായി നൽകാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ LDFന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രവർത്തനങ്ങളും ഏകോപനവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ LDF സജ്ജമാണ്. മാത്രമല്ല കോർപ്പറേഷന്റെ മികവുറ്റ ഭരണം, അഴിമതിരഹിതമായ ഭരണം, അത് തന്നെയാണ് എന്തായാലും ഇത്തവണ LDFന് മുതൽക്കൂട്ടാകാൻ പോകുന്നത്. എന്തായാലും പൂർണ്ണ സജ്ജമാണ് എറണാകുളം. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്നതോടുകൂടി കൂടുതൽ ഇത്തരത്തിൽ വീട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കടക്കം ഈ ആളുകൾ സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിക്കും. നിമിഷ.